കേരളം തെരഞ്ഞെടുപ്പിന്റെ തീച്ചൂളയിലേക്ക് കടക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓരോ നീക്കങ്ങളും സംശയത്തിന്റെ നിഴലിലാണ്. ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട കമ്മീഷൻ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ തിരക്കഥയ്ക്കനുസരിച്ച് തുള്ളുകയാണോ എന്ന ചോദ്യം ഇതിനോടകം തന്നെ ശക്തമായി ഉയർന്നു കഴിഞ്ഞതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനായി കമ്മീഷൻ വലിയ ഗൂഢാലോചന നടത്തുന്നുവെന്ന അതീവ ഗുരുതരമായ ആരോപണം ആദ്യം ഉയർത്തിയത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. വിഷുവും ഈസ്റ്ററും പോലുള്ള പ്രധാന ആഘോഷങ്ങൾ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന ഈ തിരക്കിട്ട സമയത്ത് പ്രചാരണത്തിന് മതിയായ സമയം പോലും അനുവദിക്കാതെ എന്തിനാണ് കമ്മീഷൻ ഇത്ര ധൃതി കാണിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ്. കേരളത്തിൽ മാത്രമല്ല, കോൺഗ്രസ് ശക്തമായി നിലനിൽക്കുന്ന അസമിലും സമാനമായ സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ജനങ്ങളിലേക്ക് എത്താൻ കൃത്യമായ സമയം നൽകാതെ അവരെ കഴുത്തിന് പിടിക്കുന്ന സമീപനമാണ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. നിയമപരമായി വലിയ അപാകതകൾ കണ്ടെത്താൻ കഴിയാത്ത വിധം അത്രയും കൃത്യമായ ഒരു പ്ലാനിങ്ങോടെയാണ് BJPക്ക് വേണ്ടി കമ്മീഷൻ ഈ തിരക്കഥ മെനയുന്നത് എന്നതാണ് കോൺഗ്രസിന്റെ എപ്പോഴത്തെയും പ്രധാന വാദം. ഈ വിവാദങ്ങൾക്കിടയിലേക്കാണ് വോട്ടിംഗ് മെഷീനിലെ അഥവാ EVM സ്ഥാനാർത്ഥികളുടെ ക്രമത്തെ ചൊല്ലിയുള്ള പുതിയ തർക്കങ്ങൾ കടന്നു വരുന്നത്. റാന്നി പോലുള്ള മണ്ഡലങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ പേര് നൽകുന്നതിൽ കമ്മീഷൻ അട്ടിമറി നടത്തിയെന്നാണ് UDF ആരോപിക്കുന്നത്. സാധാരണയായി തെരഞ്ഞെടുപ്പ് ചട്ടമനുസരിച്ച് വോട്ടിംഗ് മെഷീനിൽ ആദ്യം പേര് വരേണ്ടത് അംഗീകൃത ദേശീയ പാർട്ടികളുടേതാണ്. നിയമപ്രകാരം ദേശീയ പാർട്ടി സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവുമാണ് ഒന്നാമത് നൽകേണ്ടത്. എന്നാൽ റാന്നിയിൽ ഈ കീഴ്വഴക്കം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥിയുടെ പേര് ഒന്നാമതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വോട്ടർമാരെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് എന്ന് UDF സംശയിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി പ്രമോദ് നാരായണന്റെ പേര് വോട്ടിംഗ് മെഷീനിൽ ഒന്നാമത് വന്നതിനെതിരെ കോൺഗ്രസ് ഇതിനോടകം തന്നെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെഷൻ 30 പ്രകാരം ദേശീയ പാർട്ടി സ്ഥാനാർത്ഥികൾക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നിരിക്കെ UDF സ്ഥാനാർത്ഥി പഴംകുളം മധുവിന്റെ പേര് രണ്ടാമതാക്കി മാറ്റിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വോട്ടിംഗ് മെഷീനിലെ ഈ അപാകതകൾക്ക് പുറമെയാണ് സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങളുടെ കാര്യത്തിൽ കമ്മീഷൻ നടത്തുന്ന ഇടപെടലുകൾ. കാലാകാലങ്ങളായി സ്ഥാനാർത്ഥികൾ ഉപയോഗിച്ചു പോരുന്ന ചിഹ്നങ്ങളെപ്പോലും അവസാന നിമിഷം വെട്ടിമാറ്റുന്ന സമീപനമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വടകരയിലെ KK രമയുടെ സാഹചര്യം. നാളിതുവരെ ഫുട്ബോൾ ചിഹ്നത്തിൽ മത്സരിച്ചു വന്നിരുന്ന രമയ്ക്ക് ഇത്തവണ ആ ചിഹ്നം നൽകാൻ കമ്മീഷൻ തയ്യാറായില്ല. ഗോവയിലെ ഏതോ ഒരു പ്രാദേശിക പാർട്ടി ആ ചിഹ്നം ഉപയോഗിക്കുന്നുണ്ട് എന്ന സാങ്കേതിക ന്യായം പറഞ്ഞാണ് വർഷങ്ങളായി ജനങ്ങൾക്കിടയിൽ പരിചിതമായ ആ ചിഹ്നം രമയിൽ നിന്ന് കമ്മീഷൻ തട്ടിയെടുത്തത്. ഇത് സ്ഥാനാർത്ഥിയെയും വോട്ടർമാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന നീക്കമാണ്. നീതി തേടി കോടതിയെ സമീപിക്കാൻ രമ ഉൾപ്പെടെയുള്ളവർ തയ്യാറാണ് എങ്കിലും അതിനുള്ള സമയം പോലും അനുവദിക്കാത്ത വിധമാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. നിശ്ചയിച്ച സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നീതിക്ക് വേണ്ടി കോടതി കയറി ഇറങ്ങണോ അതോ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രചാരണം നടത്തണമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. കമ്മീഷന്റെ ഇത്തരം നടപടികൾ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്. രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ഭരണകൂടം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രചാരണത്തിനുള്ള സമയം വെട്ടിക്കുറയ്ക്കുന്നതും വോട്ടിംഗ് മെഷീനിലെ ക്രമങ്ങൾ മാറ്റിവരുത്തുന്നതും ചിഹ്നങ്ങൾ തടയുന്നതുമെല്ലാം ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നത് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു.